السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മറ്റു സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മുടെ മഹത്തായ ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങളും ഓതേണ്ട ശൈലിയും അതിൻ്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് ഇന്ന് നാം സംസാരിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങളൊക്കെ തുടർന്നുണ്ടാകുന്ന ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ തജ്വീദിൻ്റെ പ്രധാന പഠന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഈ തജ്വീദിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാന പഠനങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. 6 പ്രധാനമായ പഠനങ്ങളാണ് തജ്വീദിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, പ്രധാനമായിട്ടും മഖ്റജ് എന്ന് പറഞ്ഞാൽ ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം എന്നാണ് അർത്ഥം. അറബിയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. അതിനൊക്കെ പ്രത്യേകമായ ഉച്ചരിക്കേണ്ട സ്ഥാനങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സ്ഥാനങ്ങൾക്കാണ് മഖ്റജ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മഖ്റജുകളൊക്കെ നമുക്ക് പഠിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 2 സിഫാത്ത് എന്നാണ്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദരീതി. 3 മദ്, അതായത് നീട്ടൽ എന്നാണ് അർത്ഥം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ. 4 ഉന്നത്ത്, മണിക്കൽ. 5 തഫ്ഖീം, അതായത് ശബ്ദം കനപ്പിക്കുക. 6 തർഖീഖ്. തർഖീഖ് എന്ന് പറഞ്ഞാൽ ശബ്ദം നേർപ്പിക്കൽ. ഇനി ഇതിനെക്കുറിച്ച് വിശാലമായ ചർച്ചകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതും പ്രതിഫലമുള്ളതാണ്, അത് കേൾക്കുന്നതും പ്രതിഫലമുള്ളതാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കി ഇരിക്കുന്നത് പോലും പുണ്യമുള്ളതാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് പരിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് കഅബത്തുൽ മുകറമ, കഅബയിലേക്ക് നോക്കി നിൽക്കുക എന്നത് വലിയ പുണ്യമുള്ള അമലാണ്. മറ്റൊന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി നിൽക്കുക. ഇതെല്ലാം ഒരുപാട് പ്രതിഫലമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിൽ ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وآخر دعوتي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.